Hallelujah. 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 Are you happy? എത്ര പേര് സന്തോഷമുണ്ട്? Amen. Hallelujah. Hey. This is the day. This is the day. This is the day. എന്നെല്ലാരും പറഞ്ഞാട്ടെ. What day? ഏത് ദിവസം? And when the day of Pentecost had fully come, they were all with one accord in one place. പരിശുദ്ധാത്മാവിനെ പകർന്ന ദിവസം അവരെല്ലാവരും ഒരു മനസ്സോടെ ഒരു മുറിയിൽ കൂടിയിരുന്നല്ലോ. Today your day of Pentecost has fully come. ഇന്ന് നിന്റെ പൂർണ്ണമായി വന്ന പെന്തക്കോസ്തിന്റെ അനുഭവ ദിവസമാണ്. Say amen. ചേർന്ന് എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. You have been blessed this morning through Peter Vandenberg's കർത്താവിന്റെ message. ദാസന്റെ ശുശ്രൂഷ രാവിലത്തെ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നല്ലോ. And I just would like to give you some more teaching. അദ്ദേഹത്തെ പഠിപ്പിച്ചതിന്റെ തുടർമാനമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just truth I believe you should hear before we pray and the fire is going to fall down. നമ്മൾ ഇത് കേൾക്കണം, നമ്മൾ പ്രാർത്ഥിക്കും, അതിനുശേഷം ദൈവത്തിന്റെ അഗ്നി ഇതിനകത്ത് ഇറങ്ങി വരാൻ പോവുകയാണ്. Amen. Amen. You are wonderful people. I love you all very much. നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇത്ര നല്ല ആളുകളാണ്. If I had time, I would come for a cup of tea to your house. എനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരുന്ന ഒരു കപ്പ് കാപ്പി കുടിക്കുവാൻ. Amen. 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 Praise the Lord. Praise God. I know here are so many other wonderful evangelists. ഇന്ന് ഇവിടെ വളരെ ശക്തരായ ശുശ്രൂഷകന്മാർ പല സ്ഥലങ്ങളിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. And I highly appreciate them all. അവരെ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ അഭിനന്ദിക്കുന്നു. And a very dear friend of mine, an Indian evangelist, is sitting right here in front. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തും ഭാരതത്തിലെ ഒരു അറിയപ്പെടുന്ന സുവിശേഷകനും ഈ സ്റ്റേജിൽ ഇവിടെയുണ്ട്. Evangelist Rambo. അദ്ദേഹത്തെ റാം ബാബു എന്ന Give ദൈവദാസൻ. him a hand, please. Hallelujah. Amen. Amen. Him and his new creation ministry are doing a great work here in India, and not only in India, he was just preaching in Germany. Can you believe it? അദ്ദേഹത്തെ ദൈവം ശക്തമായി ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അദ്ദേഹം കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ശുശ്രൂഷിക്കുകയും കൂടെ ആയിരുന്നു. And I believe Indians are going to cover the face of the earth. Amen. Amen. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഭാരതീയ സുവിശേഷകർ യാത്ര ചെയ്യുന്ന ദിവസങ്ങളായത്. He has such rich potential, such rich potential. അത്ര ധനികമായ ശ്രേഷ്ഠമായ നിറവ് ഭാരതീയ ദൈവമക്കളിൽ ദൈവം പകർന്നിട്ടുണ്ട്. Hallelujah. Hallelujah. I'm speaking to you a little more about the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം നിമിഷങ്ങളോട് ഞാൻ പറയട്ടെ. I must say that I am aware of the fact that on the day of Pentecost, on the upper room, nobody gave a teaching. അപ്പർ റൂമിൽ ഇരുന്നതായ മാളിക മുറിയിരുന്ന ആളുകൾക്ക് പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച പാഠങ്ങൾ ആരും തന്നെ പഠിപ്പിച്ചു കൊടുത്തില്ല. Nobody laid hands on anybody. ആരും ആരുടെയും തലമേൽ കൈവച്ചില്ല. They were not quite sure what to expect. അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂട്ടമായിരുന്നു. But then we read, എന്നാൽ നാം വായിക്കുന്നത് suddenly, പെട്ടെന്ന് wind from heaven, സ്വർഗ്ഗത്തിൽ നിന്നുള്ള കാറ്റ്, fire from on high, ഉയരത്തിൽ നിന്നുള്ള തീ, and it fell on them all. അവരുടെ മേൽ ഇറങ്ങി വന്നു. This morning it will come suddenly. ഇതേ തീ അതേപോലെ ഇന്ന് പകൽ വേഗത്തിൽ ഈ കൂട്ടത്തിലേക്ക് ഇറങ്ങി വരിക. Suddenly, പെട്ടെന്ന്. The experience came first and then followed the theology. ആദ്യം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക, പിന്നെ വേദശാസ്ത്രം അനുസരിക്കുക. Hallelujah. Glory. Amen. Amen. But God is the fulfiller of his word. എന്നാൽ ദൈവം തന്റെ വാക്കുകളെ പൂർത്തീകരിക്കുന്ന ദൈവം തന്നെയാണ്.
Yesterday I spoke about the river of fire in which Jesus is standing. ഇന്നലെ ഞാൻ പറഞ്ഞു അഗ്നി തടാകത്തിൽ യേശു നിൽക്കുന്നത് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു. He is the baptizer with the Holy Spirit and with fire. പരിശുദ്ധാത്മാവിലും തീയിലും ഒരുവനെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നത് യേശു ക്രിസ്തുവാണ്. In a few moments he's going to beckon you, and he stand next to him. He will put his arm around you and he will baptize you. He will immerse you into that river of liquid fire, the fire of the Holy Spirit. യേശുവിനോട് എത്രത്തോളം നാം പറ്റി നിൽക്കുന്നുവോ അത്രത്തോളം അവൻ തന്റെ കരം നമ്മുടെ മേൽ ചുറ്റി പിടിച്ചിട്ട് അവൻ അഗ്നി തടാകത്തിൽ നമ്മെ ഓരോരുത്തരെയും തന്റെ തീയുടെ അഭിഷേകത്താൽ മുക്കിയെടുക്കുക തന്നെ ചെയ്യാം. That reminds me of a little experience I had when I was many years ago a missionary in Lesotho in Africa. ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിൽ ഒരു ശുശ്രൂഷകനായി ഞാൻ കടന്നുപോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഓർക്കുന്നു. I was with my car on the road in Lesotho. സുലു എന്ന ആ രാജ്യത്തെ ആ ദേശത്തിലെ ഒരു റോഡിൽ there was a huge concrete bridge. ഒരു വലിയ കോൺക്രീറ്റ് പാലം അവിടെ ഉണ്ടായിരുന്നു. But the river was totally dry. പക്ഷെ അവിടുത്തെ നദി പൂർണ്ണമായി ഉണങ്ങിപ്പോയിരുന്നു. The river bed totally empty. അവിടുത്തെ നദിയിൽ ഒട്ടും പോലും വെള്ളമില്ലായിരുന്നു. I didn't see a single drop of water. ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ലാത്ത സ്ഥിതി. I saw something else. വീണ്ടും ചിലതുകൂടെ ഞാൻ കണ്ടു. I saw weeds. ചില പ്രാണികളെ, ചില ജലജീവികളെ, ചില സസ്യങ്ങളെ അവിടെ കണ്ടു. Thistles and thorns the size of a man. ഒരു മനുഷ്യന്റെ അത്ര ഉയരത്ത് നിൽക്കുന്നതായ ചില ചെടികളും മുൾച്ചെടികളെയും അതിനകത്ത് കണ്ടു. They somehow were able to extract water from that sandy riverbed. ആ ഉണങ്ങി മണൽപ്പരപ്പായി കിടക്കുന്ന ആ നദിയുടെ അടിത്തട്ടിൽ ഇതാ ഒരു മനുഷ്യനോളം വലുപ്പത്തിൽ ഈ മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നു. I stopped my car and I wanted to have a closer look. ഞാൻ എന്റെ കാർ നിർത്തിയിട്ട് അടുത്തു പോയിട്ട് അതിനെ അടുത്ത് ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചു. Suddenly I heard a thunder like noise. ഞാൻ പെട്ടെന്ന് ഒരു ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടു. And it came closer and closer and closer. അത് വളരെ എന്നോട് അടുത്തടുത്ത് വരുന്നതായിട്ട് തോന്നി. It had been raining in the mountains. ആ പർവ്വതത്തിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. Heavy rains in the mountains. അവിടെ അലയടിച്ചുകൊണ്ടേയിരുന്നു. And now a flash flood appeared. A flash flood. ഒരു വലിയ ജലപ്രവാഹം വെള്ളപ്പൊക്കം അവിടെ പെട്ടെന്നുണ്ടായി. Mighty wave of water came through that dry riverbed. ആ ഉണങ്ങിയതായ നദിയുടെ അടിത്തട്ടിലൂടെ ഇതാ വലിയൊരു ജലപ്രവാഹം കടന്നു വരുന്നു. And it came right under me, under my bridge. It came right under me, under my bridge. ആ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിത്തട്ടിൽ. And I tell you, within seconds, these huge thistles and thorns were pulled out and carried away. ആ നദിയിൽ ഒട്ടും വെള്ളമില്ലാതിരുന്ന സ്ഥലത്ത് നിന്നതായ ഒരു മനുഷ്യനോളം ഉയർത്തി നിൽക്കുന്ന ഈ മുൾച്ചെടികളിലേക്ക് വലിയൊരു ജലപ്രവാഹം കടന്നു വന്നപ്പോൾ വേഗം അത് വേരോടെ പിഴുതുപോയി. The river has power. നദിക്ക് ശക്തിയുണ്ട്. Hallelujah. Hallelujah. And the river of the Holy Spirit is the river of fire with awesome power and strength, and it is about to arrive right here and flow through this huge construction. പരിശുദ്ധാത്മാവിന്റെ നദിക്ക് അതിഭയങ്കരമായ ശ്രേഷ്ഠമായ ശക്തിയുണ്ട്. അതിവിടെ ഇപ്പോൾ വേഗത്തിൽ ഒഴുകുവാൻ തുടങ്ങുന്നു. All uncleanness, all bitter roots, all evil will be uprooted and carried away, and you will be filled with the fire of the Holy Spirit. എല്ലാ കൈപ്പിന്റെയും പകയുടെയും മുള്ളിന്റെയും അനുഭവങ്ങൾ മുഴുവൻ ഈ ജലപ്രവാഹത്തിൽ കുത്തി ഒഴുകിപ്പെട്ടു പോകും. You shall receive power. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്. Say amen. എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞാട്ട്. When God says you shall, it means you will.
നിങ്ങൾ പ്രാപിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പ്രാപിക്കും എന്ന് തന്നെയാണ്. You will. നിങ്ങൾ പ്രാപിക്കും. Now I come from Germany, ഞാൻ ജർമ്മൻകാരനാണല്ലോ. and I was taught as a young man ഞാനൊരു യൗവനക്കാരൻ എന്ന നിലയിൽ എന്നെ പഠിപ്പിച്ചത് in our Pentecostal churches. ഞങ്ങളുടെ പെന്തക്കോസ്ത് സഭകളിൽ, My father was a pastor. എന്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നു. Was that they said the Holy Spirit will fall if we all become get into perfect unity. നമ്മൾ തികഞ്ഞ ഐക്യതയിലേക്ക് വരുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയുള്ളൂ എന്ന് അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നു. They said unity is the prerequisite for the fire of God to fall. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഇറങ്ങി വരുവാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം ഐക്യതയാണ്. So we must all be one and not anybody have anything against anybody. ആർക്കും ആരോടും വിരോധമില്ലാത്ത എല്ലാവരും ഐക്യതയിലേക്ക് വരുന്ന ഒരു അനുഭവം. We need unity, otherwise the Holy Spirit cannot fall. നമുക്ക് ഐക്യതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയില്ല. We tried hard നമ്മൾ വളരെ ശ്രമിച്ചു to be in perfect unity, വളരെ തികഞ്ഞ ഐക്യതയിലായി തീരുവാൻ. but it didn't seem the Holy Spirit wanted to cooperate. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഐക്യതയുമായി ബന്ധപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെട്ടുമില്ല. And I began to pray and I began to think and I reread the Bible again and again and again and again. ഞാൻ വീണ്ടും പല പ്രാവശ്യം ദൈവത്തിന്റെ വചനം ഇത് സംബന്ധിച്ച സത്യം അന്വേഷിച്ചു. And suddenly I saw a scripture പെട്ടെന്ന് ഞാൻ ഒരു വാക്യം കണ്ടു. that lit up like a candle, അത് ഒരു മെഴുകുതിരി പോലെ കത്തി നിൽക്കുന്നു. that solved this whole problem. അത് എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. It's not a matter of perfect unity. അത് ഒരിക്കലും തികഞ്ഞ ഐക്യത സംബന്ധിക്കുന്നതല്ല. I tell you why you get the fire today. ഇന്ന് ഞാൻ പറയട്ടെ, തീ നിന്റെ മേൽ ഇറങ്ങി കഴിയുമ്പോൾ, Do you want to know why you will get your flame today? നിനക്കറിയാൻ കഴിയോ നിന്റെ തീ ഇന്ന് മുതൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമെന്ന്. Glory. Hallelujah. Let's turn to John chapter 14. യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് വരാം. John 14. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം. This is important. Jesus here in his discourse യേശു ഇവിടെ പറയുന്ന വാക്കുകൾ speaks about the arrival of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് യേശു സംസാരിക്കുന്ന വാക്കുകൾ. And this is what he says. യേശു ഇതാണ് പറയുന്നത്. It is John 14 verse 16. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ I wish you would underline this verse. Underline this verse in your Bible. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഇത് നന്നായി അടിയിൽ വരയിടുവാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. It is an absolute key truth. ഇത് വളരെ വ്യക്തമായ ഒരു താക്കോലാണ്. This is what Jesus said. യേശു ഇതാണ് പറഞ്ഞത്. And I will pray the Father, അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും and he will give you another helper. Say Holy Spirit. പരിശുദ്ധാത്മാവ് എല്ലാവരും വാ തുറന്ന് പറഞ്ഞാട്ട്. Because he spoke here about the Holy അവിടുന്ന് Spirit. നിങ്ങൾ സത്യത്തിന്റെ ആത്മാവ്, And that he, the Holy Spirit, may abide with you forever. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. Have you got that? അവിടെ എത്തിച്ചേർന്നായിരുന്നോ? വാക്യം കിട്ടിയോ? I read it again. Jesus said, and I will pray the Father. യേശു പറയുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. And he will give you another helper, which is the Holy Spirit. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അവൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന് അവൻ പറയുന്നു. That he, the Holy Spirit, അവൻ പരിശുദ്ധാത്മാവ് may abide with you forever. എന്നും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥനെ അവൻ നിങ്ങൾക്ക് അയച്ചു തരും. And now listen. ഇനി ശ്രദ്ധിച്ചാട്ട്. Jesus did not say, യേശു പറഞ്ഞില്ല you will pray. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. He said, I will pray. യേശു പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും.
The fire did not fall because the disciples prayed. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നത്. The fire fell because Jesus prayed. തീ ഇറങ്ങി വന്നത് യേശുവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിലാണ്. And I will tell you why you get your flame here today. ഇന്ന് എന്തുകൊണ്ട് നിനക്ക് നിന്റെ തീ കിട്ടും എന്ന രഹസ്യം പറയട്ടെ. Not because you have done anything, but because Jesus prayed for you by name. നീ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, പകരം യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട്. And his prayer is always answered. അവന്റെ പ്രാർത്ഥന എന്നും മറുപടി നൽകപ്പെടുന്ന പ്രാർത്ഥന. Can you accept that? ഇന്ന് പകരം എത്ര പേർക്കത് സ്വീകരിക്കാൻ കഴിയുന്നു? Shout, I will accept that. ചേർന്ന് പറഞ്ഞാട്ട് ഞാനത് സ്വീകരിക്കുന്നു. Jesus prayed for me. യേശു എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. We've got one feather less for our own hat. നമ്മുടെ തൊപ്പിയിൽ നിന്ന് ഒരു തൂവൽ പോയ സ്ഥിതി. It's not us, not our wonderful praying, നമ്മുടെ അതിശയകരമായ പ്രാർത്ഥനയല്ല, not our glorious unity. നമ്മുടെ മഹത്വം നിറഞ്ഞ ഐക്യതയല്ല. The Holy Spirit is gloriously indifferent to all our differences and is being poured out on all flesh. നമ്മുടെ വ്യത്യസ്തതകളെ അതിജീവിച്ചുകൊണ്ട് വ്യത്യസ്ത നിലവാരത്തിൽ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. Hallelujah. Hallelujah. Amen. Amen. Blessed be the name of Jesus. യേശുവിന്റെ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Amen. I believe this meeting is the upper room for all of India. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാളിക മുറിയുടെ അനുഭവമാണ് ഈ കോൺഫറൻസ്. Hallelujah. Hallelujah. You're going to catch fire today. ഇന്ന് നിങ്ങൾ തീയാൽ കടന്നു പിടിക്കപ്പെടുന്ന ദിവസമാണ്. Jesus said, I baptize you യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു into the Holy Spirit and with fire. പരിശുദ്ധാത്മാവിലും തീയിലും. Fire. തീയ Fire. തീയ Fire. തീയ Fire. തീയ. Glory. I emphasize fire because some people don't understand. തീ എന്നതിനെ ഞാൻ മുൻഗണന നൽകുന്ന കാരണം മിക്കവർക്കും അതെന്തെന്ന് അറിയത്തില്ല. I'm not against education ഞാൻ വിദ്യാഭ്യാസത്തിന് എതിരല്ല. because it is no advantage to be stupid. I said I'm not against education ഞാൻ വിദ്യാഭ്യാസത്തിന് എതിരല്ല. because it is not an advantage to be stupid. ആ മടയത്തരം കാണിക്കുന്നതിനുള്ളതായ ഒരു ലൈസൻസും അല്ലത്. So learn as much as you can, but not at the expense that the fire goes out. പരിശുദ്ധാത്മാവിന് വിലയ്ക്ക് കൊടുക്കാതെ എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കുക. Amen. Amen. And when you have the whole alphabet behind your name, നിന്റെ ലക്ഷ്യത്തിൽ ശരിയായ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ that may impress many people, but it does not impress the devil. നിന്റെ വിദ്യാഭ്യാസം അനേകരെ സ്വാധീനിക്കാൻ കഴിയും, പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. The devil is not impressed what a professor teaches at university. യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് പിശാച് തൃപ്തി അടഞ്ഞിരിക്കുന്നില്ല. But come out of that river of fire where Jesus just dipped you into. യേശു നിന്നെ ആഴത്തിൽ മുക്കിയെടുക്കുന്ന അഗ്നി തടാകത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരിക. Soaked with the fire of the Holy Spirit, dripping. പരിശുദ്ധാത്മാവിന്റെ
തടാകത്തിൽ ഇന്ന് നിമഗ്നനായി തീരുക. Dripping that burning anointing wherever you are. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും വേദനകളും മുഴുവൻ ഈ കൊത്തൊഴുക്കിൽ ഒഴുകിപ്പോകട്ടെ. Every devil will flee in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭൂതങ്ങളും വിട്ടുമാറും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Blessed be the name of Jesus. യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. Say amen. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറയുമോ? Amen. Glory. In a few moments it's going to happen. It's going to happen. In a few moments it's going to happen. അടുത്ത ചില നിമിഷങ്ങളിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. Glory. It's not Bonke is the giver, not Bonke is the giver. It's Jesus, Jesus, Jesus. ബോങ്കയല്ല തരുന്നത്, യേശുവത്രേ ദായകൻ. Hallelujah. Hallelujah. I rely on the Holy Spirit completely and totally. പരിശുദ്ധാത്മാവിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. Completely and totally. പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ. Glory. And one other thing is this. അടുത്ത ശ്രദ്ധിക്കുക. I mentioned it yesterday briefly. ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ച ഇന്നലത്തെ ഒരു കാര്യം. The flame of fire you receive today. ഇന്ന് നീ പ്രാപിക്കുന്ന ഈ അഗ്നി നാവുകൾ Never needs replacement. Never ever. വേറൊരു ദിവസം പോലും പുനഃസ്ഥാപനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. Hallelujah. Hallelujah. That fire burns. ആ തീയ് കത്തിക്കൊണ്ടേയിരിക്കും. Remember the bush of Moses. മോശ കണ്ടതായ മുൾതീയെ കണ്ടാട്ട്. The bush burned but was not consumed. മുള്ളുകൾ കത്തുന്നുണ്ട്, പക്ഷെ എരിഞ്ഞ് നശിക്കുന്നില്ല. The fire you get will not turn you into an ash heap. ഇന്ന് നീ പ്രാപിക്കുന്ന തീയ് നിന്നെ എരിച്ച് നശിപ്പിച്ച് കളയുന്ന തീയല്ല. You will burn, but you will not be consumed. നീ കത്തിക്കൊണ്ടേയിരിക്കും, പക്ഷെ നീ എന്നേക്കുമായി ചാരമാകുകയില്ല. Hallelujah. Hallelujah. We do not suffer burnouts. We only experience burn-ons. In the name of Jesus. ചാരമായി പോകുന്ന തീയല്ല നാം അനുഭവിക്കുന്ന തീയ, നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. Glory. Hallelujah. Oh, hallelujah. 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 I told you yesterday and I repeat just to underline it. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകളെ തന്നെ ഒന്നുകൂടെ വിശദമാക്കട്ടെ. When the fire fell on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ തീയ് ഇറങ്ങി വന്നപ്പോൾ, we do not read anywhere in the New Testament that the disciples went back to the upper room for a repeat experience. പുതിയ നിയമത്തിൽ എങ്ങും നാം വായിക്കുന്നില്ല ശിഷ്യന്മാർ ഒരിക്കലെങ്കിലും വീണ്ടും ആ മാളിക മുറിയിലേക്ക് പോയിരുന്ന് ഒന്നുകൂടെ പ്രാപിക്കുവാൻ കാത്തിരുന്നതായിട്ട്. We would have said, let's go there every day and let's start a new denomination, the upper room denomination. അവര് പറഞ്ഞില്ല നമുക്ക് പോയിട്ട് മാളിക മുറി ഡിനോമിനേഷൻ തുടങ്ങാമെന്ന് അവർ പറഞ്ഞില്ല. They did not start a new denomination. We know what they did. Mark 16 verse 20. മർക്കോസ് 16:20 നാം വായിക്കുന്നു, അവർ എന്താണ് ചെയ്തത്? പുതിയ സംഘടന തുടങ്ങിയതായിട്ട് വായിക്കുന്നേ ഇല്ല. What did they do? അവരെന്താണ് ചെയ്തത്? It says there. അവിടെ ഇങ്ങനെ വായിക്കുന്നു, They went out. അവർ പുറത്തേക്ക് പോയി, preaching the gospel everywhere. എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. They had no time. They had no time for nostalgia.
tragic actions. ഓ മനം മടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ അവർ സമയമെടുത്തില്ല. They knew their flame was intact and it worked wherever they went and they didn't need a new one. അവരുടെ തലമേൽ ഇറങ്ങിയ തീ എന്തെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞു. അവർ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അധ്വാനിച്ചു. Say amen. എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞാട്ടെ. You get your flame today. ഇന്ന് പകൽ നിന്റെ തീയെ നീ പ്രാപിക്കണം. Not to go around looking for more anointings. It is nonsense. വേറൊരാളുടെ അഭിഷേകത്തിന് വേണ്ടി ഇനി ചുറ്റിക്കറങ്ങി നടന്ന് സമയം കളയരുത്. അത് വിഡ്ഢിത്തരമാണ്. You get the flame today ഇന്ന് നിനക്കുള്ള തീയെ ലഭിക്കൂ. so that you may go out. അത് പ്രാപിച്ചു കഴിയുമ്പോൾ നീ പുറത്തേക്ക് പോകും. Go forth. നീ മുൻപോട്ട് പോകുക. Preaching the gospel everywhere. എല്ലായിടത്തും സുവിശേഷം നീ പ്രസംഗിക്കുക. Can I have a little amen? ഹല്ലേലൂയ പറയുമോ? Hallelujah. ഹല്ലേലൂയ. Oh, hallelujah. ഹല്ലേലൂയ. Blessed be the name of the Lord. യേശുവിന്റെ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Now listen. ഇപ്പോൾ ശ്രദ്ധിച്ചാട്ടെ. Some say, yes, I speak in tongues. ചിലർ പറയുന്നു ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. They say, yes, I received the baptism in the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ച വ്യക്തിയാണ്. But I don't feel the power. പക്ഷെ എന്നിട്ടും ഞാൻ ആ ശക്തി അറിയുന്നില്ല, തോന്നുന്നില്ല എനിക്ക്. I don't feel the power. അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ആ ശക്തി. I haven't got power. എനിക്ക് വേണ്ടത് ശക്തിയാണ്. So I need new power and a new anointing. എനിക്ക് അതുകൊണ്ട് ഒരു പുതിയ ശക്തിയും ഒരു പുതിയ അഭിഷേകവും വേണം. This is not true. അത് സത്യം അല്ലേ? അല്ല. I can tell you why some Christians who speak in tongues don't feel the power. Do you want to know? എത്ര പേർക്ക് അറിയാം അന്യഭാഷ പറയുന്ന അനേകർക്കും ദൈവശക്തി എന്തെന്ന് അറിയത്തില്ല. Do you want to know? Wave your hand if you want to know. കൈകൾ ഉയർത്തി. I tell you. ഞാനിത് പറയട്ടെ. I tell you. ഞാൻ പറയാം. Hey, let me use an illustration. ഞാൻ ഇങ്ങനെ ഒരു ഉപമ പറയട്ടെ. I'm asking you, who is the fastest sprinter in India? സ്പ്രിന്റർ. ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരിയെ കുറിച്ച് ഉഷ. PT ഉഷ. Male or female? It's a female. She's a female. PT Usha. Okay. Now, PT Usha is the fastest women sprinter in India. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരി എന്ന് തെളിയിച്ചത് PT ഉഷയാണ്. You are highly impressed by her. അവളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. She has won every time. എപ്പോഴും അവൾ നേട്ടങ്ങൾ കൊയ്തവളാണ്. She is an awesome lady. അവൾ നല്ല ഒരു സ്ത്രീയാണ്. She's got strength like crazy. അവൾ തന്റെ ആരോഗ്യം മുഴുവൻ അതിനു വേണ്ടി ചെലവഴിച്ചു. And suppose one day BT Usha is calling you by phone and is telling you she's coming to visit you for a cup of coffee. ഒരു ദിവസം ഈ PT ഉഷ നമ്മിൽ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു കപ്പ് ചായ കുടിക്കുവാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ, you know what coffee she likes. It's Colombian coffee. നമുക്കറിയാം അവൾക്ക് ഇഷ്ടമുള്ള കട്ടൻ കാപ്പി ഏതാണെന്ന്. And you know what cake she likes. It's that lemon cake with white icing. ഉഷയ്ക്ക് ഇഷ്ടമുള്ള കേക്ക് ഏതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. And you bake the finest cake and you make the most fantastic Colombian coffee. നല്ല നാടൻ കട്ടൻ കാപ്പി അവൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കും. And there is a knock on the door, and when you open, who is there? It's BT Usha. അവൾ നമ്മൾ കാത്തിരിക്കുന്നു, അവൾ വന്ന് വാതിൽ മുട്ടുന്നു, നമ്മൾ ആകാംക്ഷയോടെ വാതിൽ തുറക്കുന്നു. You say, BT, come in. I have expected you, and I have your favorite coffee and your favorite cake. അവളോട് നമ്മൾ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിനക്ക് ഇഷ്ടമുള്ള നാടൻ കട്ടൻ കാപ്പിയും കേക്കും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. And
B.T. Usha sits down in your finest chair, she eats the cake, she drinks the coffee. നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല കസേരയിൽ അവൾ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരിക്കൽ കാപ്പിയും കേക്കും അവൾ കഴിക്കുന്നു. And when she drinks and when she eats, I'm asking you now, can you see her power? Yes or no? അവൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? No. ഇല്ല. Of course no. കഴിയുകയില്ല. But എന്നാൽ take B.T. Usha to the stadium. PT ഉഷയെ ഒരു സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടാൽ Fire the starting pistol. ഒരു വലിയ ജനക്കൂട്ടത്തെ അവൾ സ്വാധീനിക്കുന്ന ശക്തി പുറപ്പെടും. And there Usha gets going. ഉഷ ഇവിടെ മുൻപോട്ട് കുതിക്കാൻ തുടങ്ങുക. And she runs. അവൾ വേഗത്തിൽ ഓടും. You are fascinated. നിങ്ങളുടെ You watch the fastest woman in India. ഭാരതത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വേഗതയുള്ള സ്ത്രീയെ You say what power that woman has. അവളെ ഗ്രൗണ്ടിൽ നിർത്തി കഴിയുമ്പോൾ അവൾ വഹിക്കുന്ന ശക്തിയുടെ അളവ് നമുക്ക് കാണാൻ കഴിയും. Shall I tell you why Christians don't feel their power? എന്തുകൊണ്ടാ ദൈവമക്കൾക്ക് ശക്തി തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് ഞാൻ പറയട്ടെ. Because all they do is sitting on a chair in church. കാരണം എപ്പോഴും സഭയ്ക്ക് ചുറ്റുമകത്തിരുന്ന് വിമർശനങ്ങൾ, സംസാരങ്ങൾ, Weeping, praying, Lord send the power. I wonder what for? To drink coffee? ചുറ്റും കൂടിയിരുന്ന് കട്ടനടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ശക്തി തരണമേ. ഞാൻ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, ഇനി എന്തിനാ ഇത് പകരുന്നത്? After this morning meeting, every chair will be empty. ഇവിടുത്തെ ഇന്നത്തെ ക്രൂസൈഡ് ഈ ക്യാമ്പിന് മീറ്റിംഗിന് ശേഷം ഓരോ കസേരകളും ശൂന്യമായി കിടക്കും. Because you will exercise the power that you will have received, and you will be his witnesses to the ends of the earth. നീ പ്രാപിച്ച ശക്തിയെ നീ വെളിപ്പെടുത്തും ദൈവം നിന്നെ അയക്കുന്ന സകല സ്ഥലങ്ങളിലും. Amen. Amen. Let me tell you even more. ഞാൻ വീണ്ടും മുൻപോട്ട് പോകട്ടെ. Glory. Jesus goes with goers. യേശു പോകുന്നത് പോകുന്നവരോട് കൂടെ അത്രേ. Jesus works with workers. ജോലി ചെയ്യുന്നവരോട് കൂടെ യേശു പ്രവർത്തിക്കുന്നു. But എന്നാൽ Jesus does not sit with sitters. ഇരുന്നു കൊണ്ട് സമയം കളയുന്നവരുടെ കൂടെ കളയാൻ യേശുവിന് നേരം ഇല്ല. And Jesus does not sleep with sleepers. യേശു ഉറങ്ങുന്നവരോട് കൂടെ ഉറങ്ങി കളയുന്നില്ല സമയം. Today is the day to get up in the name of Jesus. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നാം എഴുന്നേൽക്കുന്ന പകലാണ്. They went forth. അവർ മുൻപോട്ട് പോയി. They went forth. അവർ പുറത്തേക്ക് പോയി. And things began to happen. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. Say amen. ആമേൻ പറയുമോ? I want to tell you something else. I pray you may never forget. Will you promise? Will you promise? മറക്കത്തില്ലെന്ന് ഉറപ്പ് തരിക. Jesus will lift you out of the deepest pit, but he will not lift you out of an armchair. താഴെ കിടക്കുന്ന കുഴിയിൽ നിന്ന് യേശു നിന്നെ പിടിച്ചുയർത്തും. പക്ഷേ ചാരുകസേരയിൽ നിന്ന് യേശു നിന്നെ ഒരിക്കലും ഉയർത്തുകയില്ല. You've got to arise yourself. നീ എവിടെ ഇരിക്കുന്നു എന്നത് ഇന്ന് വിശകലനം ചെയ്യണം. Like young Isaiah, യെശയ്യാവിനെ പോലെ when he overheard a heavenly
conversation between two persons of the Trinity. നിത്യതയുടെ ത്രിത്വത്തിന്റെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം യൗവനക്കാരനായ യെശയ്യാവ് കേട്ടപ്പോൾ, Possibly between the Father and the Son. പിതാവും ദൈവവും പുത്രനാം യേശുവും ഒരുപക്ഷെങ്കിൽ തമ്മിൽ One saying to the other, ഒരാൾ മറ്റൊരാളോട് പറയുന്നു, whom shall we send and who will go for us? ആരെ ഞാൻ അയക്കണം, എനിക്ക് വേണ്ടി പോകും. When Isaiah heard that, യെശയ്യാവ് അത് കേട്ടപ്പോൾ he jumped to his feet. അവൻ തന്റെ കാലിലേക്ക് ചാടി എഴുന്നേറ്റു. He threw up his arms, അവന്റെ കൈകൾ അവൻ ഉയർത്തി. tears gushing out of his eyes. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുടാ ഒഴുകി. And he cried from earth to heaven, അവൻ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞു. Here am I, Lord. അടിയനിതാ എന്നുറക്കെ അവൻ കരഞ്ഞു. Here am I, Lord, send me. അടിയനിതാ കർത്താവേ, അടിയനെ അയക്കണമേ. Hey. Isaiah didn't know what God had in mind. യെശയ്യാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞു ദൈവഹൃദയത്തിൽ എന്താണുള്ള രഹസ്യം. If I had been Isaiah, ഞാൻ യെശയ്യാവായിരുന്നു എങ്കിൽ I would have been more careful. ഞാൻ ആ മറുപടി പറയുന്നതിന് അല്പം ശ്രദ്ധിച്ചേനെ. I would have said, Dear Lord, tell me first, what have you got in mind for me? ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറയണം നിന്റെ ഹൃദയത്തിനകത്ത് എന്നെ കുറിച്ചുള്ള ദൂത് എന്താണ്. I'm not sure if I can do what you want me to do. നീ ചിന്തിക്കുന്ന എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. Isaiah had no such thoughts. യെശയ്യാവിന് അങ്ങനെയുള്ള ഒരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. Some people forever seek the will of God. അവർ ചിലര് ആയുഷ്കാലം മുഴുവൻ ദൈവഹിതം അന്വേഷിച്ച് വീണ് തങ്ങളുടെ ജീവിതം തീർക്കും. Always seeking year after year. Christmas is coming quite regularly. ഓരോ വർഷവും ക്രിസ്തുമസ് തോറും അവർ ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. I speak to you in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്, People who forever seek the will of God are overrun by those who do the will of God. ദൈവഹിതം അന്വേഷിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം വളരെ വലുതത്രേ. I want to be an overrunner. എന്റെ ഇഷ്ടം അവരെക്കാൾ മുമ്പിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാകുക എന്നുള്ളതാണ്. Run for Jesus. യേശുവിന് വേണ്ടി ഓടുക. Here am I, Lord, send me. എന്നെ അയക്കണമേ, അടിയൻ ഇതാ. Isaiah was a volunteer. യെശയ്യാവ് തന്നെത്താൻ വിധേയപ്പെടുത്തി. He volunteered. തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്തു. And you will volunteer today. ഇന്ന് പകൽ നീ ആ ഒരു സ്ഥാനത്തേക്ക് വരും. Don't wait forever. Don't wait. ഇനി In കാത്തിരുന്ന Jesus' സമയം name. കളയരുത്. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. Get out of your lazy boy. ഇന്ന് പകൽ മടിയിൽ നിന്ന് പുറത്തു വരിക. You know what a lazy boy is in India? Yeah, we have lazy boys. Very comfortable chair. ഇവിടെ മടിയന്മാർ ഒത്തിരി പേരുണ്ട്. Get out of your comfortable chair. ആ ചാരികസേരയിൽ നിന്ന് ഇന്ന് പകൽ നമുക്ക് എഴുന്നേൽക്കാം. You paid so much money for it. Why don't you sell that chair and get a plane ticket to preach in the next village? Amen. ഒരുപാട് പണം മുടക്കിയാണ് ആ ചാരുകസേര വാങ്ങിച്ചത്. ഇന്ന് പകൽ അത് വിറ്റിട്ട് ലഭിക്കുന്ന പൈസ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോകാം. Hallelujah! Hallelujah! When I'm in Africa, young men come to me. ആഫ്രിക്കയിൽ ഒരു യൗവനക്കാരൻ എൻ്റെ അടുത്ത് വന്നു. They say, Bonke, I have a call to preach the gospel in Germany. Can you help me to get a visa? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ജർമ്മനിയിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു വലിയ വിളി കിട്ടിക്കഴിഞ്ഞു. നിനക്ക് എന്നെ സഹായിക്കാമോ ജർമ്മനിയിലേക്ക് പോകാൻ ഒരു വിസ കിട്ടാൻ? Oh, I say, I'm not in charge of the visa department in Berlin.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിസ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതല്ലോ. But I said, what do you want the visa for? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് വിസ എന്തിനാ? To go to Germany. ജർമ്മനിയിൽ പോകാൻ. Oh, I said, that's what you mean. ഓ, അതാണോ നീ അർത്ഥമാക്കിയത്? I say to them, ഞാൻ ഇങ്ങനെ പറഞ്ഞു, if God has called you to go to Germany, ദൈവം നിന്നെ ജർമ്മനിക്ക് പോകാൻ വിളിച്ചാൽ, the Great Commission is your passport, your visa, your ticket. It's everything. Yes. Yes. ജർമ്മനിക്ക് പോകാൻ ദൈവം നിന്നെ വിളിച്ചാൽ നിനക്കുള്ള പാസ്പോർട്ടും നിനക്കുള്ള വിസയും നിനക്കുള്ള ടിക്കറ്റും യേശുവിന്റെ മഹാ നിയോഗമത്രേ. Hallelujah! Hallelujah! He said, go. യേശു പറഞ്ഞു, പോകുക. And he said, I will go with you. യേശു പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം വരും. Amen. Amen. Thank you. For 9 years, I could not enter Nigeria. I was blacklisted. ഞാൻ അനേക വർഷങ്ങൾ എനിക്ക് നൈജീരിയയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബ്ലാക്ക് ലിസ്റ്റിൽ എന്റെ പേര് വന്നു. 9 years, I tried everything, couldn't go into Nigeria. 9 വർഷത്തോളം എല്ലാം ശ്രമിച്ചു, പക്ഷേ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. Then I went to another country close to Nigeria. നൈജീരിയക്ക് അടുത്ത വേറെ രാജ്യത്തേക്ക് ഞാൻ പോയി. And I led that president, the president of that country, to Jesus, who became truly born again. ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഞാൻ യേശുവിലേക്ക് നയിച്ചു. അവൻ യഥാർത്ഥ ദൈവ പൈതലായി രൂപാന്തരപ്പെട്ടു. And when I met him again, ഞാൻ വീണ്ടും അദ്ദേഹത്തെ വേറൊരു പ്രാവശ്യം കണ്ടപ്പോൾ he was shining like the sun. അദ്ദേഹം സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. A true born again Christian. ഒരു യഥാർത്ഥ രൂപാന്തരം വീണ്ടും ഞാൻ എന്നെ പ്രാപിച്ച ഒരു ദൈവ പൈതൽ. The state president said to me, Reverend Bonke, ആ ദൈവത്തിന്റെ ദാസനായി തീർന്ന ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രസിഡന്റ് ഇങ്ങോട്ട് did പറഞ്ഞു, you bring application forms? I want to join the team of Christ for all nations. നീ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് താ, ക്രൈസ്റ്റ് ഫോർ ദ നേഷൻസിന്റെ ടീമിൽ അംഗമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I said, Your Excellency, Mr. President, your application is denied. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാനായ പ്രസിഡന്റ്, നിന്റെ ആഗ്രഹം നിറഞ്ഞതായ ആപ്ലിക്കേഷനെ ഞാൻ നിരസിക്കുന്നു. The hand of Almighty God has lifted you into the presidency. That is your mission field. ദൈവത്തിന്റെ കരമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നതെങ്കിൽ അത് ദൈവത്തിന്റെ കരം തന്നെയാണ്. But I said, എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, Your Excellency, I have heard that you are a very personal friend of the President of Nigeria. ഞാൻ കേട്ടു നൈജീരിയൻ പ്രസിഡന്റുമായിട്ട് നിനക്ക് നല്ല ബന്ധവും അടുപ്പവും ഉണ്ടെന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടു. He said, yes, we are like twins. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രണ്ട് തമ്മിൽ ഇരട്ടകളെ പോലെ. I said, I need a visa. Can you help me to get a visa? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു വിസ വേണം നൈജീരിയക്ക് പോകാൻ, എനിക്കത് കിട്ടാൻ നിനക്ക് സഹായിക്കാമോ? He said, I think I can fix it for sure. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നു എനിക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന്. To cut the long story short, വലിയ കഥയെ ചുരുക്കിക്കൊണ്ട്, the president of Nigeria sent his private jet to the Republic of Benin to pick me up, take me to Abuja, the capital of Nigeria, without a visa. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു പ്രത്യേക വിമാനത്തിൽ എന്നെ കൂടെ കയറ്റി വിസ കൂടാതെ നൈജീരിയയിലേക്ക് പോയി. Hallelujah! Hallelujah! The Lord makes ways in the mighty waters. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്നവനത്രേ നമ്മുടെ ദൈവം. Say amen. ആമേൻ പറയുമോ? Hallelujah, hallelujah, hallelujah. Now let me come to the actual scripture. ഞാൻ Acts ഇന്ന് chapter 2. ചിന്തിക്കുവാനിരുന്ന വായന ചിന്താഭാഗത്തേക്ക് വരട്ടെ.
when the day of Pentecost had fully come, പെന്തക്കോസ്ത് നാൾ പൂർണ്ണമായി വന്നപ്പോൾ they were all with one accord in one place. ഒരു സ്ഥലത്ത് അവർ ഒരു മനസ്സുള്ളവരായി കൂടിയിരുന്നു. And suddenly there came a sound from heaven as of a mighty rushing wind. അവിടെ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദത്തോടെ ഒരു And കാറ്റുണ്ട്. it filled the whole house where they were sitting. അവരിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. Then there appeared to them divided tongues as of fire, and one sat upon each of them. അവരുടെ മേൽ പിളർന്ന നാവുള്ളവനായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. And they were all filled with the Holy Spirit. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. And began to speak with other tongues as the Spirit gave them utterance. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് നാം വായിച്ചു. This is an historic record. ഇത് ഒരു ചരിത്ര സംഭവമാണ്. Our secular history books may not be accurate. നമ്മളുടെ ചരിത്ര പുസ്തകങ്ങൾ കൃത്യത ഉള്ളത് ആകണമെന്ന് ഇല്ല. Because they were written by people who saw what they saw, even if they saw wrong things. ഉള്ളതും ഇല്ലാത്തതും കണ്ടും കേട്ടും അനുമാനിച്ചും എഴുതുന്നതാണ് മിക്ക ചരിത്ര രേഖകളും ചരിത്രകാരന്മാർ. They wrote how they interpreted it, and that is now history in our books. അവർക്ക് തോന്നുന്നത് പോലെ ഇഷ്ടപ്പെട്ടതുപോലെ അവർ വിഷയങ്ങളെ വ്യാഖ്യാനിച്ച് എഴുതി. But when it comes to the history books in the Bible, എന്നാൽ ദൈവ വചനം എന്ന ചരിത്ര പുസ്തകത്തിലേക്ക് വരുമ്പോൾ it is the only absolute correct history, because this is God's interpretation. ലോക ചരിത്രത്തിൽ ഏറ്റവും കൃത്യതയുള്ള ചരിത്രം എന്നുള്ളത് അത് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. Hallelujah. Glory. Absolute correct. തികച്ചും കൃത്യതയുള്ള സത്യസന്ധമായത്. They were sitting on the upper room. അവർ മാളിക മുറിയിലിരുന്നു. 120. 120 പേര്. I must tell you quickly something, so please listen. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങളോട് പറയാം, എന്നെ വേഗം ശ്രദ്ധിച്ചാണ്. 10 days before, 10 ദിവസങ്ങൾക്ക് മുമ്പ് we read that in 1 Corinthians 14, I think verse 6. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 8ാമത്തെ വാക്യമെന്ന് തോന്നുന്നു. 500 brethren saw Jesus at one time before he ascended to heaven. 500 സഹോദരന്മാർ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അവനെ കണ്ടതായി നാം 500 were there. 500 പേരെന്നോ? Brethren. സഹോദരന്മാർ 500. 500 പേര്. Say 500. ചേർന്ന് പറഞ്ഞ 500 പേര്. 10 days later, 10 ദിവസം കഴിഞ്ഞപ്പോ, when the fire fell, തീ ഇറങ്ങി വന്നപ്പോ they were only 120. 120 പേരായി കുറഞ്ഞു. My question is, എന്റെ ചോദ്യം, where was the rest? ബാക്കിയുള്ളവർ എവിടെ പോയി? Where were the 380 380 പേർക്ക് എന്തു പറ്റി? that were missing? അവരവിടെ ഇല്ലായിരുന്നു. You say they may not have been in Jerusalem. അവര് നമ്മൾ ചിലപ്പോ പറഞ്ഞേക്കാം അവർ യെരുശലേംകാരല്ലായിരുന്നേക്കാം. Oh yes, they were in Jerusalem. തീർച്ചയായിട്ടും അവർ യെരുശലേമിൽ തന്നെ ഉണ്ടായിരുന്നു. Every man at the Feast of Tabernacle was required to be in Jerusalem. കൂടാര പെരുന്നാൾ അനുഭവിക്കേണ്ട സകലരും യെരുശലേമിൽ കാണണമെന്ന നിയമമായിരുന്നു. They were in Jerusalem. അവർ യെരുശലേമിൽ ഉണ്ടായിരുന്നു. But where were they in Jerusalem? എന്നാൽ യെരുശലേമിൽ അവർ എവിടെ? Shall I tell you? ഞാൻ പറയട്ടെ? I'll tell you where they were. ഞാൻ പറയാം അവരെവിടായിരുന്നു. They were in the temple. അവർ ആലയത്തിനകത്തായിരുന്നു. Because in the temple there was a very, very soft and beautiful liturgy. ആലയത്തിനകത്ത് വളരെ ശ്രുതിമധുരമായ പാട്ടുകളും ആരാധനകളുടെയും പശ്ചാത്തലത്തിന്റെ ആരാധനയുണ്ടായിരുന്നു.
Everything was predictable, no surprises. ഒട്ടും അതിശയിക്കരുത്, എല്ലാം വളരെ ക്രമീകൃതമായി നടക്കപ്പെടുന്ന സ്ഥലം. Some people like it that way. ചിലർക്കിഷ്ടം അത് അങ്ങനെ അനുഭവിക്കാനാ. It's okay with me. നിങ്ങളത് അനുഭവിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പവുമില്ല. But there was one problem. പക്ഷേ അവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. The fire didn't fall in the temple. The fire fell on the upper room. തീയ അവിടെ ഇറങ്ങി വന്നില്ല. Hallelujah. ഹല്ലേലൂയ. But the 380 were afraid of speaking in new tongues, shouting in new tongues, and being accused of being drunk. 380 പേര് അന്യഭാഷകൾ സംസാരിക്കാതെ അവരതിൽ നിന്ന് മാറിയിരുന്നു. മറ്റുള്ളവരെന്തു പറയും, അവരെന്തു ചിന്തിക്കും, അതവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. My opinion is this. എന്റെ അഭിപ്രായം ഇതാണ്. I don't care what people think. Let go and let God have his wonderful way. ആളുകൾ എന്ത് ചിന്തിക്കും, അതല്ല എന്റെ വിഷയം. ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. Here this morning we want tongues of fire. Do you agree? ഇന്നു രാവിലെ നമുക്ക് വേണ്ടിയത് പിളർന്ന നാവായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവെന്ന അഗ്നിയാണ്. You can miss your Pentecost. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പെന്തക്കോസ്ത് അനുഭവത്തെ മാറ്റിവെക്കാൻ കഴിയുക ഇല്ല. Be daring for Jesus and daring in faith. യേശുവിന് വേണ്ടി വിശ്വാസത്തിന്റെ കാലുകൾ എടുത്തു വെച്ച് യേശുവിനെ പൂർണ്ണമായി അനുഭവിക്കുക. Amen. Amen. And while the 120 were sitting, ഈ 120 പേര് അവിടെ ഇരിക്കുമ്പോ suddenly പെട്ടെന്ന് there appeared to them divided tongues as of fire. പിളർന്ന നാവുള്ള തീയ് അവരുടെ മേൽ ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. The flame with every name settled exactly on the right person. There was no mix-up. ഓരോരുത്തന്റെ മേൽ ഇറങ്ങി വന്ന് എല്ലാവരുടെ തലമേൽ ആ പിളർന്ന നാവുള്ളവനായി അവൻ വസിച്ചു. My flame fits my fingerprints. Your flame fits your fingerprints. എന്റെ മേൽ പതിഞ്ഞ തീയ് എന്റെ വിരലടയാളവുമായി ഒത്തുപോകുന്നത്, വേറൊരാളുടെ മേൽ പതിഞ്ഞ തീയ് അവന്റെ വിരലടയാളവുമായി ഒത്തുചേരുന്നത്. Hallelujah! Hallelujah! It's highly personal. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ തീയ് ഓരോരുത്തർക്കും വ്യക്തിപരമായതായിരുന്നു, സാമൂഹികം അല്ലായിരുന്നു. No other human being can exactly serve God the way you serve God, because you are unique. ലോകത്തിലെ ഒരു മനുഷ്യനും നീ ദൈവത്തെ സേവിക്കുന്നത് പോലെ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം നീ നിന്നിൽ തന്നെ ദൈവത്താൽ അതുല്യനത്രേ. Hallelujah! Hallelujah! And when that flame descended, handcrafted in heaven for every individual, സ്വർഗത്തിൽ നിറങ്ങി വന്ന തീയ് അവൻ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞപ്പോ the power of God went through these men and women. അവരുടെ തല മുതൽ പാദം വരെ ദൈവത്തിന്റെ തീ ശക്തി ഇറങ്ങി വന്നു. Like a hot rod. ഒരു കത്തി ജ്വലിക്കുന്ന ചുട്ടുപഴുത്ത ഒരു ലോഹ ഇരുമ്പ് കഷ്ണം പോലെ. And they jumped up. അവർ പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേറ്റു. And they began to speak in other languages. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. As the Holy Spirit gave them utterance. പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അവർ സംസാരിച്ചു. Say amen. ആമേൻ പറയുമോ? I want to remind you one more time. ഞാൻ ഇവിടെ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ In ഓർപ്പിക്കട്ടെ. a few minutes your flame will descend. In a few minutes your flame will descend. ചില നിമിഷങ്ങൾക്കുള്ളിൽ നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന തീയ് ഇവിടെ ഇറങ്ങി വരിക തന്നെ ചെയ്യാം. Your head will be the landing strip
for the Holy Spirit. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന തലയായിട്ട് നിന്റെ തല മാറുകയാണ്. This will be the airport where he lands. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന എയർപോർട്ടായി എന്റെ തല മാറുകയാണ്. And the tongue of fire sat on each of them, each of them. പിളർന്ന നാവുള്ളവനായി പരിശുദ്ധാത്മാവ് അവരിൽ ഓരോരുത്തന്റെ മേൽ ഇറങ്ങി വസിച്ചു. And then the tongue of fire പിളർന്ന നാവുള്ള തീയ connected with the tongue of flesh. ജഡത്തിന്റെ നാവുമായി ബന്ധപ്പെട്ടു പോയി. And they began to speak in other languages. അപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി നാവെടുത്ത്. Hallelujah. Spirit connects with the flesh. ആത്മാവ് ജഡവുമായി ഒരേ ബന്ധത്തിലേക്ക് വരുന്നു. Heaven connects with earth. സ്വർഗ്ഗമിത ഭൂമിയുമായി ബന്ധപ്പെടുന്നു. The supernatural connects with the natural. അസ്വാഭാവികമായത് സ്വാഭാവികതയുമായി ഒരേ ബന്ധത്തിലേക്ക് വരുന്നു. And they begun. അവർ ആരംഭിച്ചു. Today you will begin and never stop. ഇന്ന് നിങ്ങളും തുടങ്ങും. Hallelujah! 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 And Peter jumped up. പത്രോസ് തുള്ളിച്ചാടി. He was beside himself, അവന്റെ സുബോധം നഷ്ടപ്പെട്ടവനെ പോലായി. shouting his head off, അവന്റെ തല ഉയർത്തി അവൻ ഉറക്കെ സംസാരിച്ചു. speaking in new tongues. അവൻ പുതിയ ഭാഷയിൽ സംസാരിക്കുന്നു. People came attracted. അവന്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. And Peter switched പത്രോസ് അവിടെ നിന്നിട്ട് and began to preach. അവൻ സംസാരം നിർത്തിയിട്ട് ഇങ്ങനെ ഉറക്കെ പ്രസ്താവിക്കാൻ തുടങ്ങി. Hey! And suddenly the people cried, അപ്പോൾ ആളുകൾ കരയാൻ തുടങ്ങി. what must we do to be saved? രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? Repent and believe. മനസ്താപിക്കുക, വിശ്വസിക്കുക. 3,000 got baptized in water that same day. 3000 പേർ ജലത്തിൽ അന്ന് സ്നാനപ്പെട്ടു. Hallelujah. 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 That upper room was something special. ആ മാളിക മുറി തികച്ചും വ്യത്യസ്തതയുള്ളതായിരുന്നു. Peter preached. പത്രോസ് പ്രസംഗിച്ചു. The Bible says Peter stood up with the 11. 11 പേരോട് കൂടെ പത്രോസ് എഴുന്നേറ്റു എന്നവിടെ വായിക്കുന്നു. What do you think the 11 did when Peter preached? പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 11 പേർ എന്താ പണി ചെയ്തത്? Imagine this is Peter. ചിന്തിക്കുക, ഞാൻ പത്രോസിന്റെ സ്ഥാനത്ത് നിൽക്കുക. He preaches. ഞാനിങ്ങനെ പ്രസംഗിക്കുകയാണ്. The 11 stood behind him. 11 പേർ അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കുന്നു. And while Peter preached with a fire on his head, പത്രോസ് തന്റെ തലമേൽ തീയുള്ളവനായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ what do you think the 11 did behind him? അവന്റെ പിറകിൽ നിൽക്കുന്ന 11 പേർ എന്ത് ചെയ്തെന്നാണ് നാം ചിന്തിക്കുന്നത്? Twiddling thumbs, വിരലനക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നുവോ? saying, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് Amen, brother. ആമേൻ ബ്രദറേ, സ്തോത്രം. Amen, brother. സഹോദരാ, സ്തോത്രം. ആമേൻ. Do you think they did that? Yes or no? അങ്ങനെ പ്രവർത്തിക്കാനും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? I'll tell you what they did when he preached. അവൻ പ്രസംഗിച്ചപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. Preached his heart out. അവർ ശക്തിയോടെ, And the 11 behind him did this. അവരോടൊപ്പം 11 പേര് കൂടെ നിന്നു. അവർ അന്യഭാഷകള് Let's not be ashamed of the blessed Holy Spirit. Let's never be ashamed of the Holy Spirit.
Amen. Oh, no, yes. Oh, Jesus. yes, way. Oh, Jesus. yes, way. Jesus. Yes, way. Yes. Jesus. Yes, way. Yes, way. Jesus. Glory. Jesus. Yes, way. My Jesus. And yes, way. Hallelujah. 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 The fire is falling. We need not wait. The fire is falling. The fire is falling. The river of fire is moving in. Jesus is beckoning you. He's putting his arm around you. He's dipping you into that river of fire. You in the fire. And now the fire in you. You will be filled with the fire. He makes his angels winds and his ministers flames of fire. Many of you can feel the heat. Prophesy. 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 See visions. Visions of a blood-washed India. India will be saved. Not by might nor by power, but by my spirit, saith the Lord. Raboboshima lamazaria kadava. Loboshiba dabasori agalabasaria taya. Oh, Raboboshila bagabasianga lavataya. Receive in Jesus' name. Receive in Jesus' name. Receive in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ഓ ഹല്ലേലൂയ. Receive now. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുക. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Oh, hallelujah. Hallelujah. Oh, thank you, Jesus. Thank you, Jesus. Speak in new tongues right now. പുതിയ ഭാഷകൾ ജനം സംസാരിക്കട്ടെ. നിങ്ങൾ ഇതുവരെ The Holy സംസാരിച്ചിട്ടില്ലാത്ത Spirit gives you utterance. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഉച്ചരിപ്പം നൽകുന്ന പുതിയ ആത്മാവിനാൽ അന്യഭാഷകളിൽ ഇപ്പോൾ തന്നെ It's supernatural. ഓ നിങ്ങൾക്ക് ഓടാൻ തോന്നണമോ ഓടാം, നൃത്തം ചെയ്യണമോ നൃത്തം ചെയ്യാം. ഓ ഹല്ലേലൂയ. Speak it.
Thank you, Jesus. സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം. Oh, hallelujah. Hallelujah. Oh, hallelujah. Praise you, my Father. Thank you, Jesus. ഭൂതഭാഷകളിൽ, അന്യഭാഷകളിൽ കരങ്ങളെ അടിച്ച് ആത്മതറവിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ആരും നോക്കി നിൽക്കാതെ പ്രാപിച്ചു നിൽക്കും. Oh, hallelujah. Glory to Jesus. Glory to Jesus. Hallelujah. Fire, fire, fire. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം ഈ പന്തലിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുന്നവർ ദൈവത്തെ ആത്മതലത്തിൽ ആരാധിക്കട്ടെ. Hallelujah. Hallelujah. This is an historic moment. നമ്മൾ കാത്തിരുന്നായ ഏറ്റവും പരമപ്രധാനമായ സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. This is a historic moment. ഇത് ചരിത്രപ്രധാനമായ സമയമാണത്. For all of India, in Jesus' name. Oh, hallelujah. Praise you, Jesus. Praise you, Multiples Jesus. will be compounded in the name of Jesus. Hallelujah. Multiples Hallelujah. will be compounded. Amen. Hallelujah. 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 Raboposhila magas. Oh, Rabalabashikamalabasiya. ഭൂതഭാഷകളിൽ, അന്യഭാഷകളിൽ ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ആരെ കാഴ്ചക്കാരെ നോക്കി നിൽക്കാതെ ദൈവത്തിന്റെ അഗ്നി അഭിഷേകം ഈ പന്തൽ വ്യാപരിക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരും പ്രാപിച്ച് ശക്തിയോടെ ശക്തിയോടെ ആത്മതറവിൽ ആത്മതറവിൽ ദൈവത്തെ Jesus, my Lord. Jesus, my Lord. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ Jesus, Jesus, നാമത്തിൽ Jesus. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. ദൈവജനമേ, നാം കാത്തിരുന്നായ അഗ്നി അഭിഷേകത്തിന്റെ ഈ ഫയർ കോൺഫറൻസിന്റെ അവസാന നിമിഷം ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ ആത്മാവിനെ നിറയ്ക്കുകയാണ്. Hallelujah. 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 നമ്മുടെ കോൺഫറൻസിന്റെ ഏറ്റവും പരമപ്രധാനമായ സമയമാണിത്. ചരിത്രപ്രധാനമായ സമയമാണ്. ഇന്ത്യയെ മാറ്റിമറിക്കുന്ന സമയമാണ്. Hallelujah. Glory to Jesus. Glory to Jesus. No barrier shall hold you back. 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 ആരും നിങ്ങളെ പുറകോട്ട് പിടിക്കരുത്. ഒരു ശക്തി നിങ്ങളെ പുറകോട്ട് പിടിക്കരുത്. ദൈവത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കട്ടെ. No river shall drown you. ഒരു ശക്തിയും നിന്നെ പുറകോട്ട് പിടിക്കത്തില്ല. Yes. No fire shall burn you. എന്നാൽ രാഗൽക്കാലം ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഗ്നി നിങ്ങളെ ചാമ്പലാക്കത്തില്ല. ഒരു പുതിയ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. I will give you supernatural boldness, saith the Lord. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി, പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. No devil will stop you. അതിൽ നിന്ന് ഒരു പിശാചിനും നിങ്ങളെ നിർത്തുവാൻ കഴിയത്തില്ല. Not even death will stop you. ഈവൻ മരണത്തെ പോലും നിങ്ങളെ മാറ്റുവാൻ കഴിയത്തില്ല. I am with you, saith the Lord. യേശു പറഞ്ഞു, ഞാൻ നിന്നോട് ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട്. As you go, I go with you. നിങ്ങൾ പോകുമ്പോൾ എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കും. And I will never leave you nor forsake you. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. My fire will burn എന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും. and open the doors and paths. ഓ സ്വർഗീയ അഗ്നി, സ്വർഗീയ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നു. Therefore go in my name.
അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിച്ച് പോകുക. Go, go, go in my name. യേശുവിന്റെ നാമത്തിൽ പോകുക, പോകുക, പോകുക. There is victory waiting for you. നമുക്ക് വേണ്ടി വിജയം കാത്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്. കരങ്ങൾ അടിക്കണമോ കരങ്ങൾ അടിക്കാം. അന്യ ഭാഷകൾ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തണമോ കരങ്ങൾ ഉയർത്താം. നൃത്തം ചെയ്യണമോ നൃത്തം ചെയ്യാം. യെസ് യെസ് യെസ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Oh hallelujah, hallelujah. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാപിച്ചു നിൽക്കാം, പ്രാപിച്ചു നിൽക്കാം. ഹല്ലേലൂയ. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മനദിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ നയിക്കുകയാണ്. അഗ്നി അഭിഷേകത്താൽ നിങ്ങളെ ശാരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. Glory to Jesus. Glory to Jesus. Glory to Jesus. Hallelujah. 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 Oh, hallelujah. 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 നമ്മളാരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയല്ല, നമ്മുടെ കാണികളായി നോക്കി നിൽക്കുകയല്ല. ഇന്ന് പകൽക്കല പ്രാപിച്ചു നിൽക്കാം, പ്രാപിച്ചു നിൽക്കാം, പ്രാപിച്ചു നിൽക്കാം. എല്ലാ പ്രിയരും പ്രാപിച്ചു നിൽക്കാം. ഓ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പനും കഴിയാത്ത ആത്മനദിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. The Holy Spirit spoke to me right now. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ എന്റെ കൈപ്രകാരം സംസാരിച്ചു. A mighty revival here in India will start with the young people. ഇന്ത്യയെ ദൈവം ഉണർത്തുമ്പോൾ യൗവനക്കാരായ ആളുകളെ ദൈവശക്തിയായി ഉപയോഗിക്കാൻ പോകുകയാണ്. യൗവനക്കാരെ നമ്മുടെ യുവതികളെ, യുവാക്കന്മാരെ യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ, Sons and daughters shall prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Young men shall see visions. യൗവനക്കാർ ദർശനങ്ങളെ കാണും. And this will be contagious in the whole nation. ഓ പുതിയ ദർശനങ്ങളും ആത്മഭാരവും നിങ്ങൾക്കുണ്ടാകും. And the young generation will be unstoppable, 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 says the Lord. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മളെ നിറയ്ക്കാൻ പോകുകയാണ്. ഒരു സാത്താന്യ ശക്തിക്കും നിർത്താൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.